എല്ലാവർക്കും വോളിയം പ്രൊഫൈലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫസ്റ്റ് ഇന്നത്തെ ഡേറ്റ് ജൂൺ 30 ചൊവ്വാഴ്ച. നിഫ്റ്റിയുടെ എക്സ്പയറി ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഫോറക്സിലേക്ക് പോവാം, അതിനുശേഷം നിഫ്റ്റിയിലേക്ക് പോവാം. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളാണെങ്കിൽ നമ്മൾ വോളിയം പ്രൊഫൈൽ എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ചിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ മാർക്കറ്റിൽ ഫോറക്സിൽ ക്രിപ്റ്റോ എല്ലാത്തിനകത്തും നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ നമുക്ക് വോളിയം പ്രൊഫൈലിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അവിടെ നമ്മൾ ഡിസ്കഷൻ കാര്യങ്ങൾ അല്ലാതെ ലെവൽസ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാൻ പറയുന്നത് നാസ്ഡാക്ക്. ഓക്കെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഞാൻ ഗ്രൂപ്പിൽ കൊടുത്തതിനെ പറ്റി മാത്രമാണ് സംസാരിക്കാറുള്ളൂ. ഗ്രൂപ്പിൽ കൊടുക്കാത്ത ഒരു കാര്യങ്ങളും ഞാൻ സംസാരിക്കാറില്ല. ഓക്കെ, നാസ്ഡാക്കിൽ ഞാൻ ഓൾറെഡി ഈ ഒരു സോണിലെത്തിയ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെല്ല് നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലെവൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സോണും അതേപോലെ തന്നെ ഈ ഒരു സോണും, ഈ ഒരു സോണാണ് നമ്മൾ എസ് എൽ നമ്മൾ എൻട്രി എടുക്കേണ്ട സോണാണ് ഈ ഒരു സോണ്. ഓക്കെ, അതിൻ്റെ ടാർഗറ്റ് ഈ താഴത്തെ ലെവലാണ് 140 പോയിന്റ് ഓൾറെഡി ഹിറ്റായി. അതിനുശേഷം ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഈ ലെവലൊക്കെ നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന്. ആ ലെവലിൽ നിന്ന് തന്നെ മാർക്കറ്റ് ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം താഴത്തെ ലെവലിൽ നിന്ന് 240 പോയിന്റ് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ലെവലൊക്കെ വാച്ച് ചെയ്യണം, ഈ ലെവൽ ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം ലെവൽ ബ്രേക്ക് ചെയ്തു, റീടെസ്റ്റ് എടുത്ത് നമ്മുടെ സോണിൽ ആ റീടെസ്റ്റ് എടുത്തിട്ട് വീണ്ടും അവിടെ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്കറ്റ് ഏകദേശം 88 പോയിന്റ് മൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്നത് വോളിയം പ്രൊഫൈൽ ലെവൽ എന്ന് പറയുന്നത് എത്ര പ്രാവശ്യം മാർക്കറ്റ് വരുന്നുണ്ടോ അത്ര പ്രാവശ്യം ആക്ട് ചെയ്യുന്നതായിരിക്കും. ബാക്കിയുള്ള സ്ട്രാറ്റജി പോലെ ഒന്നോ രണ്ടോ പ്രാവശ്യമല്ല. നമ്മൾ വോളിയം പ്രൊഫൈൽ ഉപയോഗിക്കുന്ന ആളാണ്, അപ്പോൾ വോളിയം ബേസ്ഡ് ആണ് ട്രേഡ് ചെയ്യുന്നത്. വോളിയം എന്ന് പറയുന്നത് സാധാരണ റീറ്റെയിലേഴ്സ് ട്രേഡ് ചെയ്യുമ്പോൾ ഒരിക്കലും മാർക്കറ്റിൽ ഹൈ ആയിട്ടുള്ള വോളിയം ഉണ്ടാവില്ല. അപ്പം ഓപ്പറേറ്റേഴ്സ് ട്രേഡ് ചെയ്യുമ്പോൾ മാത്രമാണ് മാർക്കറ്റിൽ ഹൈ ആയിട്ടുള്ള വോളിയം ഉണ്ടാവുള്ളൂ. അതിനനുസരിച്ചാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഗോൾഡിലേക്ക് പോവാം. ഗോൾഡിൽ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെ വീക്കിലി ലെവൽ ടാപ്പ് ചെയ്യുന്നതിന് മുന്നേ തന്നെ മാർക്കറ്റ് ഫോൾ ആയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സോണിൽ. ഓക്കെ, ഈ ഒരു സോണിലായിരുന്നു, പക്ഷേ അതിന് മുന്നേ തന്നെ മാർക്കറ്റ് ഫോൾ ആയി. ഇന്ന് ലൈവ് മാർക്കറ്റിൽ നമുക്ക് കവറിങ് കിട്ടി, മാർക്കറ്റിൽ റീടെസ്റ്റിൽ നമുക്കൊരു അടിപൊളി ബൈ കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു സോണിൽ. ഓക്കെ, ഓൾമോസ്റ്റ് ആ റേഞ്ചിൽ നിന്ന് 50-59 പോയിന്റ് മാർക്കറ്റ് മൂവ് ചെയ്തു അപ്പ് സൈഡിലേക്ക്. അതേപോലെ തന്നെ നമുക്ക് ട്രാപ്പ് ലെവൽ ഉണ്ടായിരുന്നു. ട്രാപ്പ് ലെവൽ ഈ ഒരു ലെവലാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നലത്തെ ട്രാപ്പ് ലെവൽ. അവിടുന്ന് മാർക്കറ്റിൽ ഫസ്റ്റ് ഒരു 10-30 പോയിന്റ് വന്നു. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് ആ ലെവൽ ടാപ്പ് ചെയ്തു. ആ ലെവലിൽ തന്നെ വീണ്ടും സെല്ല് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ പുതിയൊരു സെല്ല് നോക്കണം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഗ്രൂപ്പിൽ കൊടുത്ത ലെവൽ ഈ ഒരു ലെവലിന് താഴെയാണ്. 1 മിനിറ്റിൽ പോലും അതിൻ്റെ താഴെ ക്ലോസ് കിട്ടിയില്ല. അതിന് ക്ലോസ് കിട്ടിക്കഴിഞ്ഞാൽ റീടെസ്റ്റിലാണ് നമ്മൾ പുതിയൊരു സെല്ല് നോക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആവശ്യമുള്ള ആൾക്ക് ഈ ലെവൽ മാർക്ക് ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ ഈ ഒരു സോണിൻ്റെ മേലെ പോയി കഴിഞ്ഞാൽ നമുക്ക് റീടെസ്റ്റിൽ 29 ആയിരിക്കും നിങ്ങളെ എസ് എൽ വരുന്നത്. നിങ്ങൾക്കൊരു ബൈ നോക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഈ ലെവലിന് മേലെ ക്ലോസ് കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ച് റീടെസ്റ്റിൽ 29 ആയിരിക്കും നിങ്ങളെ എസ് എൽ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ലെവൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് നോക്കുക. ഗോൾഡിൽ BTCയിൽ ഞാൻ ഓൾറെഡി കഴിഞ്ഞ ദിവസം കൊടുത്തിട്ടുണ്ടായിരുന്നു, 60,600 ലെവലിൽ സെല്ല് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം 60 പോയിൻ്റാണ് നമുക്ക് എസ് എൽ ആയിട്ട് വരുന്നത്. ഇന്നലെ മാർക്കറ്റിൽ നമുക്ക് എന്ത് ചെയ്തു, ലെവലിൽ ട്രേഡ് ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് അവിടുന്ന് മാർക്കറ്റ് 2,450 പോയിന്റ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 60 പോയിന്റ് എസ് എൽ. ഓക്കെ, ഇതെല്ലാം ഞാൻ ഗ്രൂപ്പിൽ കൊടുത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. കൊടുക്കാത്ത ലെവലിനെ പറ്റി ഞാൻ കൂടുതലായിട്ട് പറയാറില്ല, കാരണം അതിനെപ്പറ്റി പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യം ഇല്ല. ഓക്കെ, അതേപോലെ GBP JPയിൽ 2 ബൈ ലെവൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് താഴത്തത്. ഓൾറെഡി ഫസ്റ്റ് ലെവലിൽ ടാപ്പ് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് നമ്മൾ 1:10 ഒക്കെയാണ് നോക്കുന്നത്. മാർക്കറ്റ് ഇപ്പോൾ ഒരു 1:8 ലെവലിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ USD CAD ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഈ ഒരു ടൈമിലായിരിക്കും ഞാൻ ബൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ലെവലിൽ ബൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബൈ ചെയ്തു. മാർക്കറ്റിൽ നമുക്ക് 1:10 നമുക്ക് റിവാർഡ് വന്നു. അതിനുശേഷം ലെവൽ ബ്രേക്ക് ചെയ്തു. മാർക്കറ്റ് താഴെ പോയി, നമ്മൾ താഴത്തെ ലെവലിൽ ടാപ്പ് ചെയ്തു, മാർക്കറ്റ് തിരിച്ച് കയറി വന്നു. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൊടുത്തതുകൊണ്ട് മാത്രമാണ് ഞാനിതിനെപ്പറ്റി പറയുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നിഫ്റ്റിയിലേക്ക് പോവാം. നിഫ്റ്റിയിൽ ഇന്നലത്തെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും, ഞാൻ കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ 2 ട്രാപ്പ് ലെവൽ. ഓക്കെ, ഈ ലെവലാണ് ഞാൻ ട്രാപ്പ് ലെവൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ വീഡിയോ കണ്ട എല്ലാവർക്കും ആ ലെവൽ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ കാണാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, ട്രാപ്പ് ലെവലിൽ നിന്ന് ഏകദേശം 2 പ്രാവശ്യം മാർക്കറ്റ് വന്നു. 146 ഏകദേശം 290 പോയിന്റിൻ്റെ മേലെ മാർക്കറ്റ് എന്ത് ചെയ്യുന്നു, നമ്മുടെ ട്രാപ്പ് ലെവൽ തന്നെ ആക്റ്റീവ് ആയിട്ടുണ്ട്. അതിനുശേഷം സൺഡേയിൽ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മളെ റെസിസ്റ്റൻസ് ഏരിയ, ഈ ഒരു 2 ഏരിയ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് റെസിസ്റ്റൻസ് ഇതായിരുന്നു, അതിനുശേഷം ഇതായിരുന്നു. ഓക്കെ, ഫസ്റ്റ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു, മാർക്കറ്റ് അവിടെ തന്നെ ടാപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്തു, നമ്മളെ രണ്ടാമത്തെ ലെവലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ലെവലിലേക്ക് ടാർഗറ്റ് വെക്കാവുന്ന ഏകദേശം 47 പോയിന്റ്. അതിനുശേഷം നമ്മളെ റെസിസ്റ്റൻസ് ഏരിയയിൽ മാർക്കറ്റ് വന്നു.
കാരണം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമ്മൾ വോളിയം പ്രൊഫൈലിൻ്റെ ഇത് റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നു, ഇവിടെ സപ്പോർട്ട് എടുത്തു, അതിനുശേഷം സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇതെല്ലാം ഞാൻ ഓൾറെഡി വീഡിയോയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തതാണ് സൺഡേയിൽ, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, ആ ലെവലിൽ നിന്ന് ഏകദേശം 140 പോയിന്റ് മാർക്കറ്റ് താഴോട്ടും വന്നു. ഓക്കെ, അപ്പോൾ ഏകദേശം ബൈ സൈഡിൽ നമുക്ക് ഏകദേശം 290 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. സെല്ല് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ സെല്ലിൽ നമുക്ക് ഏകദേശം 250 പോയിന്റ്. ഓക്കെ, ജസ്റ്റ് ഈ ഒറ്റ പ്രീമിയം കൊണ്ട് തന്നെ ഓൾമോസ്റ്റ് 500 പോയിന്റിന് മേലെ പ്രീമിയം നമുക്ക് ഈ ലെവലിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ ലെവലിൻ്റെ മേലെ പോയി ഈ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. അതിനുശേഷം ഇത് താഴെ ബ്രേക്ക് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് കോൾ സൈഡിൽ ട്രേഡ് ചെയ്യുന്നവർക്ക് നോക്കാൻ വേണ്ടി പറ്റും, പക്ഷേ ഈ ഒരു ലെവലിൽ ബുക്ക് ചെയ്യണം, കാരണം മാർക്കറ്റ് ട്രാപ്പ് ലെവലിൻ്റെ മേലെയാണ് എന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 1 2 3 4 പ്രാവശ്യം നമ്മളെ ലെവലിൽ വന്നിട്ടുണ്ടായിരുന്നു മാർക്കറ്റ്. അതിനുശേഷം അവിടെ നിന്ന് മാർക്കറ്റ് ഓൾമോസ്റ്റ് നമ്മുടെ താഴത്തെ ലെവൽ ഏകദേശം 40 പോയിന്റിൻ്റെ അടുത്ത് മാർക്കറ്റിൽ എന്ത് ചെയ്തു, താഴോട്ടേക്കും കിട്ടി. ഓക്കെ, അതിനുശേഷം വീണ്ടും ലെവലിൽ വന്നു, അവിടെ നിന്ന് ബ്രേക്ക് ചെയ്തു. അതേപോലെ നിഫ്റ്റി ഫ്യൂച്ചറിൽ ഞാൻ ഒരു 2 ലെവൽസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ കൊടുത്തതിനെ പറ്റി മാത്രമാണ് പറയുന്നത്, കൊടുക്കാത്തതിനെ പറ്റി പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. അതുകൊണ്ടാണ് ഈ ഒരു ലെവലാണ് ഞാൻ കൊടുത്തത്. ഇന്നലെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് 1 2 3 ഈ 3 സോണാണ്. ഇന്നലെ ഈ ലെവൽ ബ്രേക്ക് ചെയ്തു. സ്വാഭാവികമായിട്ടും ഇതെന്താണ്, മേലത്തെ ലെവൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം റെസിസ്റ്റൻസ് ഏരിയ ആണ്. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് അവിടെ നിന്നാണ് മാർക്കറ്റിൽ 1 2 പ്രാവശ്യം ഫാളോ ചെയ്ത്. ഇത് ഞാൻ ലൈവിൽ കൊടുത്ത ലെവലാണ് 23, നമ്മൾ ലാസ്റ്റ് എക്സ്പയറിയിലുള്ള സപ്പോർട്ടാണിത്. മാർക്കറ്റ് ആ ഒരു സോണിൽ എത്തുന്നതിന് മുന്നേ 2 പ്രാവശ്യം പോയി. അതിനുശേഷം ലാസ്റ്റ് വന്ന ഹീറോ 0. ഓക്കെ, ആ ലാസ്റ്റ് വന്ന ഹീറോ 0 എന്നുള്ള ഈ ലെവലിൽ നിന്നാണ് മാർക്കറ്റിൽ ഫോളോ ചെയ്തത്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ പുട്ട് സൈഡിൽ ഏകദേശം 140 150 പോയിന്റിൻ്റെ മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് വന്ന ആ സെല്ലിൽ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഇതെല്ലാം ഞാൻ വോളിയം പ്രൊഫൈലിനെ പറ്റി കൊടുത്തതാണ്, വോളിയം പ്രൊഫൈൽ ഗ്രൂപ്പിൽ കൊടുത്തതാണ്. കൊടുക്കാത്തതിനെ പറ്റി നമ്മൾ സംസാരിക്കാറില്ല. അപ്പോൾ ആർക്കെങ്കിലും വോളിയം പ്രൊഫൈൽ പഠിക്കാനും ഗ്രൂപ്പിൽ ജോയിൻ ആവാനും താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക, ക്ലാസ് അറ്റൻഡ് ചെയ്യുക. വെറുതെ ജോയിൻ ആയതുകൊണ്ട് കാര്യമില്ല, അതിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക. കാരണം നമ്മൾ ഓപ്ഷൻസ് കൊടുക്കുന്നത്, ഓപ്ഷൻസിൽ നമ്മൾ 1 വീക്കിലേക്കുള്ള ലെവൽസാണ് കൊടുക്കുന്നത്, നമ്മൾ ഇമ്പോർട്ടൻറ്റ് ലെവൽസ് മാത്രമാണ് കൊടുക്കുന്നുള്ളൂ. അപ്പം കൊടുക്കുന്ന കാര്യങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുക, അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ 100% പ്രോഫിറ്റിലെത്തിയിരിക്കും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.